ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാരത്തോൺ MCQ ആണ്, ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ഇലക്ട്രോണിക് ഡിവൈസസ്. നമുക്കറിയാലോ, ഏതൊരു ടെക്നിക്കൽ എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അല്ലെ, ആക്റ്റീവ് കമ്പോണൻസും പാസീവ് കമ്പോണൻസും സെമി കണ്ടക്ടേഴ്സും എല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ബേസിസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ ട്രാൻസിസ്റ്റർ വാസ് ഇൻവെന്റഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ആദ്യം വാക്വം ട്യൂബ്സ് ആയിരുന്നു, സെക്കൻഡ് ജനറേഷൻ ഈ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ആക്റ്റീവ് കമ്പോണന്റ് ആണോ അതോ പാസീവ് കമ്പോണന്റ് ആണോ? എന്താണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്? ഒരു ആക്റ്റീവ് കമ്പോണന്റ് ആണ്. അപ്പോൾ എന്താണ് ഒരു ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്? എന്താണ് active component provide power gain to the circuit? So transistor is a device that provide power gain to the circuit, right? So transistor, നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു എന്ന് മാത്രം. ട്രാൻസിസ്റ്റർ എപ്പോഴാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ റൈറ്റ് ആൻസർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: 1927, 1947, 1957, 1967. അപ്പോൾ the right answer is option B, 1947. അല്ലെ, the transistor was invented on December 23, 1947 at Bell Laboratories in Murray Hill, New Jersey. Three scientists credited with the invention are William Shockley, John Burden, and Walter. Their breakthrough replaces bulky vacuum tubes. അല്ലെ, ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു, സെക്കൻഡ് ജനറേഷൻ ആണ് ട്രാൻസിസ്റ്റേഴ്സ്. അല്ലെ, അപ്പൊ അങ്ങനെയാണ് എന്ത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആകുന്നു, ക്വാണ്ടം തിയറി ആകുന്നു, അങ്ങനെ ഡെവലപ്പ് ആകുന്നുണ്ട്. അല്ലെ, റെവല്യൂഷണിങ് ഇലക്ട്രോണിക്സ് ആൻഡ് പേവിംഗ് ദ വേ ഫോർ മോഡേൺ കമ്പ്യൂട്ടിംഗ്. ദ ഫസ്റ്റ് വർക്കിംഗ് ട്രാൻസിസ്റ്റർ വാസ് എ പോയിന്റ് കോൺടാക്ട് ട്രാൻസിസ്റ്റർ ആയിരുന്നു. അല്ലെ, ആദ്യത്തെ വർക്കിംഗ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു പോയിന്റ് കോൺടാക്ട് ട്രാൻസിസ്റ്റർ ആയിരുന്നു, which was later improved into bipolar junction transistor, that is BJT, in 1948. BJT മാത്രമല്ല, എന്തൊക്കെയുണ്ട്? FET ഉണ്ട്. FET എന്ന് പറയുന്നത് എന്താണ്? ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ്. UJT എന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. അല്ലെ, SCR എന്താണ്? സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ. ഇതെല്ലാം സെമി കണ്ടക്ടേഴ്സിൽ വരുന്നതാണ്. അല്ലെ, this invention marked the beginning of the semiconductor era, leading to the development of integrated circuits and microprocessors. So the transistor was invented in which year? ഏത് വർഷമാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്? 1947 ആണ്. റൈറ്റ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് മൂസ് ലോ? എന്താണ് മൂസ് ലോ എന്ന് പറയുന്നത്? എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണോ? അല്ല. ഓപ്ഷൻ ബി, നമ്പർ ഓഫ് ചിപ്സ് പെർ വേഫർ ഡബിൾസ് ഈച്ച് ഇയർ. ഡബിൾസ് ഈച്ച് ഇയർ എന്നുള്ളത് റൈറ്റ് ആണ്. എന്നാൽ നമ്പർ ഓഫ് ചിപ്സ് ആണോ ഡബിൾ ചെയ്യുന്നത്? അല്ല. അല്ലെ. ഓപ്ഷൻ സി, നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ എ ചിപ്പ് ഡബിൾസ് അപ്രോക്സിമേറ്റ്ലി എവറി 2 years. That is right answer. Right answer is option C. Number of transistors on a chip doubles approximately every 2 years. ശരിക്കും ഈ മൂസ് ലോ എന്ന് പറയുന്നത് ഒരു ലോ ആണ്, അല്ലെങ്കിൽ ഫിസിക്സിലെ ലോ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇറ്റ്സ് എൻ ഒബ്സർവേഷൻ. അതൊരു ഒബ്സർവേഷൻ മാത്രമാണ്, ബേസ്ഡ് ഓൺ ദി ഹിസ്റ്ററി ഓഫ് ദി ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ആൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അതാ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. മൂസ് ലോ ഈസ് ദ ഒബ്സർവേഷൻ ദാറ്റ് ദ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ആൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡബിൾസ് അപ്രോക്സിമേറ്റ്ലി എവറി 2 years, leading to exponential growth in computing power. അല്ലെ, ഇറ്റ് വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ആരാണ്? ഗോൾഡൻ മൂർ, കോ-ഫൗണ്ടർ ഓഫ് ഇന്റൽ. ഇന്റലിന്റെ കോ-ഫൗണ്ടർ ആയിട്ടുള്ള ഗോൾഡൻ മൂർ ആണ് അത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിന് മൂസ് ലോ എന്ന് പറയുന്നത്. എന്താണ് മൂസ് ലോ? ദ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ എ ചിപ്പ് ഡബിൾസ് അപ്രോക്സിമേറ്റ്ലി every 2 years, right? In 1965, this trend has driven advancement in semiconductor technology, enabling smaller, faster, and more efficient electronic devices. However, as transistors approach atomic scales, physical limitations and manufacturing costs have slowed the pace of Moore's law. Some experts believe that alternating computing architectures such as quantum computing and neuromorphic computing may take over as next frontier in technology process. So what is Moore's law? The number of transistors on a chip doubles approximately every 2 years. That is the definition for സ്ലോ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം. വാട്ട് മേജർ ഇന്നോവേഷൻ അലൗഡ് ഫോർ ദ മിനിയാച്ചറൈസേഷൻ ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്? എല്ലാ സർക്യൂട്ട്സും ചെറുതാക്കുക എന്നുള്ളതാണ്. അല്ലെ, ആദ്യത്തേക്ക് ഫോൺ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ഫോൺ എങ്ങനെയാണ്? അല്ലെ, അപ്പോൾ എല്ലാ സംഭവങ്ങളും ചെറുതാക്കുക അല്ലെങ്കിൽ മിനിയാച്ചറൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അതിന് മേജർ ഇന്നോവേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തായിരുന്നു? നമുക്കതറിയാം. ഓപ്ഷൻസിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. റൈറ്റ് ആൻസർ ഇസ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്:
ട്രാൻസിസ്റ്റേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, കാഥോഡ് റേ ട്യൂബ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്, ഡയോഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. The right answer is IC, that is integrated circuits. Integrated circuits are miniature electronic circuits that integrate multiple components. ഏതൊക്കെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ onto a single semiconductor chip, usually made up of silicon, right? They revolutionized electronics by enabling compact, efficient and high performance devices. Integrated circuits ന്റെ key aspects എന്തൊക്കെയാണ്? അതിന്റെ ഇൻവെൻഷൻ, അതിന്റെ ടൈപ്സ്, അതിന്റെ അപ്ലിക്കേഷൻസ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന്റെ ഇൻവെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ it is developed independently by Jack Kilby, Texas Instruments and Robert Noyce in the late 1950. ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്? അനലോഗ് IC ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ IC ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? മിക്സഡ് സിഗ്നൽ ICs ഉണ്ട്. അതിന്റെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഡിവൈസസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അഡ്വാൻറ്റേജസ് ഏതാണ്? മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്മോളർ സൈസ് ആണ്, ലോവർ കോസ്റ്റ് ആണ്, ഹയർ റിലയബിലിറ്റി ആണ്, ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ് കമ്പയർഡ് ടു ഡിസ്ക്രീറ്റ് കമ്പോണന്റ് സർക്യൂട്ട്. സോ what is the major innovation allowed for the miniaturization of electronic circuits? The right answer is integrated circuits, right? Okay. ഇതിനിപ്പോ റെസിസ്റ്ററും കപ്പാസിറ്ററും പറഞ്ഞുകൊണ്ട് മാത്രം പറയാം. നമുക്കറിയാം ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഡിവൈസസ് ആണ്, റെസിസ്റ്ററും കപ്പാസിറ്റർ എന്നൊക്കെ പറയുന്നത് പാസീവ് ഡിവൈസസ് ആണ്. ഈ പാസീവ് കമ്പോണൻസ് ആണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നൊക്കെ നമുക്ക് അറിയാലേ. അതിലൊരു കാര്യം ചോദിച്ചോട്ടെ, വിച്ച് വൺ വിൽ ഡിസിപ്പേറ്റ് എനർജി ആൻഡ് വിച്ച് വൺ വിൽ സ്റ്റോർ എനർജി? എന്താണ് ഡിസിപ്പേറ്റ്? അതായത് ഇപ്പൊ പാസീവ് കമ്പോണൻസ് നമ്മൾ പറഞ്ഞു, ഈ ഇലക്ട്രോണിക് കമ്പോണൻസിനെ ബേസിക് ആയിട്ട് നമ്മൾ ആക്റ്റീവ് എന്നും പാസീവ് എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞല്ലേ. അതില് ഈ ആക്റ്റീവ് ഡിവൈസസിൽ അല്ല, പാസീവ് കമ്പോണൻസിൽ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ എനർജി സ്റ്റോർ ചെയ്യുന്നവരും. കപ്പാസിറ്ററും ഇൻഡക്ടറും എനർജി സ്റ്റോർ ചെയ്യാണോ ചെയ്യുക അതോ ഡിസിപ്പേറ്റ് ചെയ്യാണോ ചെയ്യുക? എന്താണ് ചെയ്യുക? കപ്പാസിറ്ററും ഇൻഡക്ടറും എനർജി സ്റ്റോർ ചെയ്യാണ് ചെയ്യുക അല്ലെ. റെസിസ്റ്റർ എന്താ ചെയ്യുക? എനർജി ഡിസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പാസീവ് കമ്പോണൻസ്, the passive components those which dissipate energy are the resistors, and the passive components those which store energy are the capacitors അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇൻഡക്ടേഴ്സ്. Okay, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. The term nanoelectronics refer to devices operating at what scale? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. Nanoelectronics refers to device operating at what scale? Nanometer ആയിരിക്കും അല്ലെ. The right answer is option C, nanometer. എക്സ്പ്ലനേഷൻ നോക്കാം. എക്സ്പ്ലനേഷൻ എന്തിനാ പറയുന്നത്? അപ്പൊ നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പഠിച്ചു. The term nanoelectronics refers to devices operating at what scale? നാനോമീറ്റർ. ഓക്കെ, നമ്മളത് പഠിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽസ് നോക്കാതെ പോയി കഴിഞ്ഞാൽ അത് മറക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആൻഡ് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നാനോ ഇലക്ട്രോണിക്സ് refers to the application of nano technology അല്ലെ. നാനോ ടെക്നോളജി ആപ്ലിക്കേഷൻ നാനോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. In electronic components where devices operate at nano scale. നാനോ സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? 1 നാനോമീറ്റർ to 100 നാനോമീറ്റർ അല്ലെ. ഏതൊക്കെ ഡിവൈസസ് ആണോ നാനോ സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഡിവൈസസിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത് നാനോ ടെക്നോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാനോമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. ദിസ് ഫീൽഡ് എക്സ്പ്ലോർസ് ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഇന്റർ ആറ്റോമിക് interaction leading to advancement in transistors, nanowires, molecular electronics and spintronics. Key aspects of nanoelectronics എന്തൊക്കെയാണ്? അതിന്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് യൂസ് നാനോ സ്കെയിൽ മെറ്റീരിയൽസ് ടു എൻഹാൻസ് ഇലക്ട്രോണിക് പെർഫോമൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ്? ഫൗണ്ട് ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഓപ്റ്റോ ഇലക്ട്രോണിക്സ്, വിയറബിൾ ഇലക്ട്രോണിക്സ് ആൻഡ് അൾട്രാ എഫിഷ്യന്റ് പ്രോസസ്സസ്. What were the challenges? Manufacturing complexity, quantum effect and material limitations are the challenges of nano electronics അല്ലെങ്കിൽ നാനോമീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. Which of the following combination results in maximum power dissipation in a resistor? മാക്സിമം പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണോ അതോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണോ ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോഴാണോ? അല്ല അല്ലെ, ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോഴും അല്ല. അപ്പൊ പാരലോ സീരീസ് ആയിട്ടോ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കറിയാം. അപ്പൊ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, റെസിസ്റ്റർ ഇൻ സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. മാക്സിമം power transfer occurs when load matches source impedance, usually modeled with resistor in series. Okay.
അടുത്ത ചോദ്യം കളർ കോഡാണ്. നമുക്ക് അറിയാലോ ഇപ്പൊ ഇലക്ട്രോണിക് ഡിവൈസസ് ആണെങ്കിൽ കളർ കോഡിന് ഒരു 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്നൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ചോദ്യത്തിലേക്ക് കിടക്കാം. എറിസ്റ്റ ഹാസ് എ കളർ കോഡ് ബ്രൗൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ബ്രൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. ബ്ലാക്ക് ബ്രൗൺ ആണ്. ആദ്യത്തെ 0 ആണ്. എപ്പോഴും എല്ലാവരും തെറ്റിച്ച് കാണുന്ന ഒരു സംഭവമാണ്. എക്സാം ഒക്കെ എടുക്കുമ്പോഴില്ലേ ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ബ്രൗൺ എന്ന് പറയുമ്പോൾ 0 എന്ന് എഴുതി വെക്കുന്ന ഒരുപാട് പേപ്പേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ബ്രൗൺ ആദ്യം ഏതാണ്? ബ്ലാക്ക് ആണ് അല്ലെ. ബ്ലാക്ക് കഴിഞ്ഞിട്ടാണ് ബ്രൗൺ. സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നല്ല 0 എന്നാണ്. അതും തെറ്റിക്കാറുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ് അല്ലെ. അപ്പൊ 0 1 2 3 4 5 6 7 8 9 എന്നാണ്. അപ്പൊ അത് എങ്ങനെയാണ് വരികയാണത്? ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ് ആണ് അല്ലെ. ടോളറൻസോ ഗോൾഡ്, സിൽവർ അല്ലെ. അതുപോലെ തന്നെ പ്ലെയിൻ അല്ലെങ്കിൽ നൺ. ഓക്കെ, അപ്പൊ കളർ കോഡാണ് പറഞ്ഞത് ബ്രൗൺ, ബ്ലാക്ക്, ഓറഞ്ച്. അപ്പൊ നമുക്കറിയാം ബ്രൗൺ എന്ന് പറയുമ്പോൾ 1 ആണേ, ബ്ലാക്ക് എന്ന് പറയുമ്പോൾ 0 ആണേ, ഓറഞ്ച് ആണെങ്കിൽ 10⁻³ ആണ്, 10⁻³ ആണെങ്കിൽ കിലോ ഓം ആണ്. അപ്പൊ 10 കിലോ ഓം പ്ലസ് ഓ മൈനസ് ഗോൾഡ് എന്താണ്? ഗോൾഡ് ഏതാണ്? പ്ലസ് ഓ മൈനസ് 10%, സോറി 5% അല്ലെ. അപ്പൊ എന്താ വരിക? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 10 കിലോ ഓം പ്ലസ് ഓ മൈനസ് 5%. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടോളറൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ എ നോ കളർ ബാൻഡ് ഇൻ ദ 4th പൊസിഷൻ? കളർ ബാൻഡ് ഒന്നുമില്ലാത്ത നോ കളർ ബാൻഡ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ അല്ലെങ്കിൽ നൺ. ഏതാണത്? പ്ലസ് ഓ മൈനസ് 20%. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഏതാ? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. എ പ്ലസ് ഓ മൈനസ് 1%, 2%, 5%, 20%. നോക്കണ്ട, റൈറ്റ് ആൻസർ ഈസ് ഏതാണ്? പ്ലസ് ഓ മൈനസ് 20%. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യമാണ് 8ാമത്തെ ചോദ്യം അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്ട്സ് കപ്പാസിറ്റൻസ് ദ മോസ്റ്റ്? ഓപ്ഷൻസ് നോക്കാം. കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് കപ്പാസിറ്റൻസ്? എന്താ ചെയ്യുക? കപ്പാസിറ്റൻസ് ഓപ്പോസിറ്റ് ചേഞ്ചസ് ഇൻ വോൾട്ടേജ് by means of electrostatic energy. അപ്പോൾ ഇൻഡക്ടർ എന്താ ചെയ്യാം? ഇൻഡക്ടർ opposes changes in current by means of electromagnetic energy. നമ്മൾ പഠിച്ചതാണ്, പറഞ്ഞത് മാത്രം. ഓക്കെ, which of the following affects the capacitance the most? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കറന്റ് ത്രൂ ദ സർക്യൂട്ട് അല്ല. ഓപ്ഷൻ ബി റെസിസ്റ്റൻസ് ഇൻ ദ വയർ അല്ല. ഓപ്ഷൻ ഡി വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ അല്ല. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. നമ്മൾ പഠിച്ചതാണ് അല്ലെ. So it is inversely proportional to the distance. So എന്താണ്? Which of the following affects a capacitance the most? The right answer is option C, distance between the plates. അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യം. The dielectric material between a capacitor plates is used to. Dielectric material എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് dielectric material യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഇൻക്രീസ് കറന്റ്, ഓപ്ഷൻ ബി ഡിക്രീസ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി ഇൻക്രീസ് കപ്പാസിറ്റൻസ്, ഓപ്ഷൻ ഡി ബ്ലോക്ക് വോൾട്ടേജ്. The right answer is option C. Dielectric material യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് ആൻസർ is option C. The dielectric material between a capacitor plate serves several important functions. ഏതൊക്കെയാണ്? അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻക്രീസ് കപ്പാസിറ്റൻസ് ആണ്. ഇനി വേറെ ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതുമാണ് നോക്കണം. പ്രിവെന്റ് ഡയറക്റ്റ് കണ്ടക്ഷൻ, ഇംപ്രൂവ് എഫിഷ്യൻസി, എൻഹാൻസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇൻക്രീസ് കപ്പാസിറ്റൻസ് പറയുമ്പോൾ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? A dielectric allows the capacitor to store more charge for a given voltage by reducing the electric field strength and increasing permittivity. Prevent direct conduction. It acts as an insulator. അറിയാലോ, capacitor acts as an insulator to prevent direct current flow between the plates, ensuring proper charge separation. മൂന്നാമത്തെ improve efficiency. എന്താണ്? Dielectric material improve efficiency. Good dielectric reduces energy loss by minimizing leakage current. And fourth one is enhance breakdown voltage. The material helps the capacitor withstand higher voltages without electrical breakdown. Different capacitors use various dielectric materials such as air, ceramic, mica, plastic, or even electrolytes depending on the application. So the dielectric material between the capacitor plate is used to increase capacitance.
അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം which type of capacitor is non-polarized and often used in timing and oscillator circuit? ഏതാണ് ഇതിൽ നോൺ പോളറൈസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് ഏതാണ് അല്ല കപ്പാസിറ്റർ ഏതാണെന്നുള്ളതാണ് യൂസ്ഡ് ഇൻ ടൈമിംഗ് ആൻഡ് ഓസിലേറ്റർ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്. ഇലക്ട്രോളിറ്റിക് അല്ല, നോൺ പോളറൈസ്ഡ് ആണെന്ന് പറഞ്ഞു, അപ്പൊ ഇലക്ട്രോളിറ്റിക് അല്ല നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ ബി സെറാമിക്, ഓപ്ഷൻ സി ടെൻഡാലം, ഓപ്ഷൻ ഡി അലുമിനിയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സെറാമിക് ആണ് അല്ലെ. The ceramic capacitor is a non-polarized capacitor commonly used in timing and oscillator circuit. These capacitors are known for their stability, reliability, and lower costs, making them ideal for applications require precise for frequency control. അതർ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ഏതൊക്കെയാണ്? ഫിലിം കപ്പാസിറ്റേഴ്സ് ഉണ്ട്, മൈക്രോ കപ്പാസിറ്റേഴ്സ് ഉണ്ട് അല്ലെ. ഫിലിം കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പോളിസ്റ്ററും പോളിപ്രൊപ്പൈലിൻ ഒക്കെ വരും. അതുപോലെ തന്നെ മൈക്രോ കപ്പാസിറ്റേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ഓസിലേറ്റർ ഡിസൈൻ ആൻഡ് വെൻ ഹൈ ഫ്രീക്വൻസി പെർഫോമൻസ് ഈസ് നീഡഡ്. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ലെർൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.